ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോഴും ഭയങ്കര കലിപ്പിലാണ് ഗൈസ് ഇവിടെ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബാപ്റ്റിസത്തിന് പോവാണ്. നമ്മുടെ ഫേവറേറ്റ്, നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ മാർത്ത ബേബിയുടെ ബാപ്റ്റിസത്തിന് എപ്പോ പറയും ഞാൻ. അപ്പൊ ബാപ്റ്റിസത്തിന് പോവാണ്. അപ്പൊ എന്റെ ഔട്ട്ലുക്ക് ഇതാണ്. എന്റെ ഒരു ടോപ്പ് ഉണ്ട്, ഒരു ക്രോപ്പ് ടോപ്പും ഒരു ബാഗി ജീൻസും. അമ്മ അടുത്തതായിട്ട് അമ്മയുടെ സാരിയാണ്. അപ്പോഴും റെഡി ആയിട്ടില്ല. ഹായ് ഗൈസ്, അപ്പോഴും റെഡിയാവാൻ പോണ് കേട്ടോ ഗൈസ്. ഇനി അടുത്തതായിട്ട് അന്നെയാണ് വരുന്നത്. വെറുതെ നോക്ക് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളൊന്ന് റെഡി ആയിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പള്ളിയിൽ ചെന്നിട്ട് കാണാം. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരു വിശുദ്ധനെയോ വിശുദ്ധനെയോ തൊട്ടുമുട്ടിയിട്ടുണ്ടോ? തൊട്ടുമുട്ടാൻ നമുക്ക് ആർക്കും ഒരു ചാൻസ് കിട്ടിയിട്ടില്ല അല്ലേ? സാധാരണ നമ്മളൊരു മാമോദിസക്കൊക്കെ വന്ന് കൊച്ചിനെ കാണുന്നു, കളിപ്പിക്കുന്നു, പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇത്ര ഉണ്ടാവുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർത്ത വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാർത്ത മാമോദിസ മുക്കപ്പെടുന്നു. അപ്പോൾ ഗൈസ്, പള്ളിയിൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. എൻ്റെ കൂടെയും മാർത്ത ബേബി ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹാളിലേക്കാണ്. ഹാളിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മാർത്ത ബേബിയുടെ കൂടെ ആയതുകൊണ്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നിന്നരുകെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே, நாணத்தால் ஓராடை சூடிக்கொள்வேன் நானே. ஆலோலம் கிளிமுத்தேவா ആതിരരാവിലൊരമ്പിലിയാ, തെങ്കിനിയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ തത്താല് പെണ്ണേ